അസ്സലാമലൈക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാമല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു സന്തോഷമുണ്ട്. അതെന്താ വെച്ചാൽ കുറച്ചുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ രണ്ടാളെ കൂടിയും കിട്ടാണ്ട് എന്നുള്ളത്, അതിൽ നമുക്ക് മോളെ കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ഓളയും കൂടിയും കിട്ടാണ്ട്, അതും കൂടി പറിച്ച തമ്പുരാൻ നമുക്ക് നമ്മളെ കണ്ണ് മുന്നിൽ എത്തിച്ചട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ, നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവരും കിട്ടാനും വേണ്ടി. അപ്പം മോളി തന്നെ ഇവിടെ നിലമ്പൂരിൽ നിന്നാണ് കേട്ടോ കിട്ടിയിരിക്കണത്. അങ്ങനെ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ മറവ് ചെയ്തേക്കണം കേട്ടോ. ആർക്കും കാണിച്ചൊന്നും കൊടുക്കണില്ല എന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പം അങ്ങനെ പഠിച്ച തമ്പുരാൻ എല്ലാവരും കാക്കട്ടെ. അപ്പം ഞമ്മക്ക് ഇന്നലെ അരി അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അരി പച്ചരി കഴിഞ്ഞിനി. അപ്പം പൊടിയും ഉഴുന്നും ഒക്കെ ഇട്ടുകാണ്ട് അരച്ച് വെച്ചേനി. അപ്പം പണ്ട് പറയില്ലേ, ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ഞത്ത് പറഞ്ഞ മാതിരിയാണ് നമ്മളെ മാവിൻ്റെ കഥ. ഒന്നെങ്കിൽ നൊരക്കില്ല, അല്ലെങ്കിലോ നല്ലോണം അങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരും. ചിലന്ന് പൊന്താതെ അങ്ങോട്ട് അപ്പം പോലെ ആയിട്ട് അട പോലെ ആയിട്ട് നന്നാകുന്നില്ല. അപ്പം ഇന്ന് നല്ലോണം പൊന്തി വന്ന് ചുറപ്പ് കഴിഞ്ഞിട്ടോ. ചിലപ്പോൾ അത് നിറഞ്ഞ് ഒലിച്ചു എന്നുള്ളത്. അപ്പം ഞാൻ അടിയിലൊരു പാത്രം വെച്ചിനി. എന്നിട്ട് പിന്നെ അതിക്ക് നിറഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. അപ്പം ജന്തുക്കളൊന്നും ചാടാത്ത വിധത്തിലൊരു പാത്രമാണ് കേട്ടോ മൂടി വെച്ചിനിയത്. അതുകൊണ്ട് നമുക്ക് ആ മാവൊക്കെ എടുക്കാം കേട്ടോ. പാത്രം വെച്ചിട്ടില്ലെങ്കിൽ അത് മുഴുവനും ഒലിച്ചിങ്ങോട്ട് പോയിനി. പിന്നെ ഒന്നിനും പറ്റൂല. നമുക്ക് നേരം വെളുക്കണ വരെ അറിയില്ലല്ലോ, എന്തെങ്കിലും ജന്തുക്കൾ അതിലേക്ക് പൊയ്ക്കണോ എന്നും. പല്ലിയും ഇതൊക്കെ അല്ലേ കൂറാച്ചിയൊക്കെ ഉണ്ടാണ്. അപ്പോൾ അതൊന്നും ഒക്കെ എടുക്കാൻ പറ്റില്ല. അപ്പം ഇപ്പം ഏതായാലും നമ്മളെല്ലതും വടിച്ചെടുക്കണുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അപ്പം ചുട്ടോക്കാം. അപ്പോൾ മാവ് കണ്ടാൽ തന്നെ അറിയാം നരിഞ്ഞ് പൊന്തിയിട്ട് നല്ലോണം നന്നാവുന്നില്ലത് അല്ലേ. അപ്പോൾ ഏതായാലും അതുകൊണ്ട് തന്നെ നമ്മളെ വീതനയൊക്കെ നിറച്ചിങ്ങോട്ട് മാവിൻ്റെ ഇങ്ങോട്ട് ഇതായിക്കണം. ഇനി അതൊക്കെ ഇങ്ങോട്ട് തുടച്ച് ക്ലീനാക്കിയിട്ടും വേണം, എന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും എന്നും നമ്മൾ വീഡിയോ ഇടുമ്പോൾ കളിയും തമാശയും ചെറിയും ഒക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കലല്ലേ. പക്ഷേ ഇപ്പം ഇന്ന് ചെറിയും കളിയും ഒന്നും വരുന്നില്ല. നമ്മളെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഞോളയും കൂടി ഒന്ന് കിട്ടിയെങ്കിലേ നമുക്ക് സമാധാനമാവുള്ളൂ. കാരണം മരിച്ചാലിപ്പോൾ ഏതായാലും മരിച്ചു, എല്ലാവരും പോയില്ലേ. നമ്മളെ മാപ്പിളയും കുട്ടികളും ഒക്കെ പോയി. പിന്നെ ഇപ്പം ഇനി ഓരൊക്കെ കിട്ടുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞോളും പോയിക്കൊന്ന് ഉറപ്പായി. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഓളൊരു മയ്യത്തും കൂടിയും കിട്ടി കബറടക്കി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അച്ഛനെ ഓളെയും കിട്ടിയാലോ കബറടക്കിയാലോ എന്നൊക്കെ. കിട്ടാതെ നിന്നാൽ എവിടെയാ എന്താന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആലോചിച്ചും ഇതാക്കി മനസ്സിലേക്ക് അതിലേറെ ഇടങ്ങേറ്. ഓരോ ദിവസവും നീച്ചുമ്പോഴും നമ്മൾ കരുതുക അച്ഛനെ ഇന്ന് കിട്ടുമല്ലോ, ഇന്ന് കിട്ടും എന്ന് കരുതും. ഇന്നും കിട്ടൂല. പിന്നെ വിചാരിച്ചു നാളെ കിട്ടും, നാളെയും കിട്ടൂല. അങ്ങനെ 4-5 ദിവസമായി മക്കളെ കാണാതെ ആയിട്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് കുട്ടീനെ കിട്ടിയിരിക്കണം. ഇഞ്ഞോളെയും കൂടി കിട്ടണം. അതിനും കൂടി പഠിച്ച തമ്പുരാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. പിന്നെ കിട്ടിയാലും ആർക്കും കാണിച്ചൊന്നും കൊടുക്കണില്ല എന്ന് പറയണം. 4-5 ദിവസമായില്ലേ. കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല എണ്ണയാളെ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ച് വന്ന് നിലമ്പൂർ എത്തിക്കണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു അതാപം എത്രയാണ്. നമ്മളിങ്ങനെ ആലോചിച്ചത് എന്താ വെച്ചാൽ ആ പോരുന്ന പോക്കിൽ ഓളൊക്കെ ഒരു ഇടങ്ങേറ് എന്ത് ഇക്കാരം ഏറ്റങ്ങളൊക്കെ പേടി. ഓളതെന്നല്ല, അതിൽ പെട്ട എല്ലാവരും പേടി എന്ത് ഇക്കാരല്ലേ. നമ്മളതൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ പറയാം, എല്ലാവരും കണ്ടാൽ മുണ്ടാതെയും തെറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണം. ഇപ്പം കണ്ടില്ലേ, നേരം അന്ത്യമായി കിടന്നാൽ നമ്മൾ കടന്നുറങ്ങിയാൽ രാവിലെ നീച്ചോ ഇല്ലേ എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ പിന്നെ എന്തിനാ നമ്മൾ കുയിന്തും പോരും കാട്ടി അങ്ങനെ നടക്കണത്? അതിൻ്റെ ആവശ്യമല്ല. അന്തിക്ക് നമ്മൾ കടന്നുറങ്ങിയാൽ നേരം വിളിച്ചാൽ നീച്ചോന്നുള്ളത് പടച്ചമ്പുരാനെ തന്നെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പം എല്ലാവരും തെറ്റി നിൽക്കണമല്ലൊക്കെ ഉണ്ടിച്ചെങ്കിൽ എല്ലാവരും മുണ്ടിക്കോളി. അന്നാന്ന് സന്തോഷത്തോടു കൂടെ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇന്ന് കണ്ടോലെ നാളെ കാണൂല. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഒക്കെ പടച്ചോൻ്റെ പരീക്ഷണങ്ങളാണ്. ഒക്കെ നമ്മൾ തരണം ചെയ്യണം. പിന്നെ പടച്ചോൻ തന്ന ജീവനല്ലേ, അത് പടച്ചോൻ തന്നെ എടുക്കുന്നതിൽ എല്ലാവർക്കും അറിയാം.
പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു മരണമൊന്നും പഠിച്ച തമ്പുരാൻ ആർക്കും കൊടുക്കാതെക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്തൊരിടങ്ങേറ് പിടിച്ച മരണീക്കാരം റബ്ബേ. ആ വെള്ളം വന്നപ്പോൾ ഐറ്റങ്ങളൊക്കെ മനസ്സിലൊരു പേടി നമുക്ക് ഊഹിക്കാനുള്ളൂ. ഏതായാലും പഠിച്ച തമ്പുരാൻ കാക്കട്ടെ എല്ലാവരും. പെട്ടെന്നില്ല മരണം കൊണ്ടും ആക്സിഡൻറ്റ് പോലത്തതും അറ്റാക്ക്, ക്യാൻസർ അങ്ങനത്തെ പോലത്തെ വലിയ വലിയ അസുഖങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ടൊക്കെ പഠിച്ചോ നമ്മളെ കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 5 വക്തും നമുക്ക് പഠിച്ചവനോട് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവരും മയ്യത്ത് കിട്ടാൻ. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങാം. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഉടനെ എന്തെങ്കിലും മിഞ്ഞാന്നൊക്കെ കണ്ടപ്പം ഇങ്ങനെ വീഡിയോ കാണുന്നവരൊക്കെ വിചാരിച്ചും കിട്ടിയിക്കണോ എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ട് പറയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടാവും അതിനെ കിട്ടിയിക്കണോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഫോണിലൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചും കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരും തന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കണ്ടപ്പം വിചാരിച്ചല്ലോ അതിന് കിട്ടിയിക്കണാവോ എന്നൊക്കെ. അപ്പോൾ അതൊന്ന് പറയാനും വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിക്കണത്. അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിനി. പിന്നെ അതൊക്കെ പൊടിയൊക്കെ ഇട്ട് പഞ്ചാരയൊക്കെ ഇട്ട് നമ്മൾ വാങ്ങിയിരിക്കണം. പിന്നെ കണ്ടില്ലേ അപ്പം നല്ല ഉസാറായിക്കണം കേട്ടോ. അപ്പം മാവ് കണ്ടില്ല നിങ്ങൾ നല്ലോണം നരഞ്ഞ് പൊന്തിയോണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് പൊന്തി വന്നുകൊണ്ട് തന്നെ അപ്പം തന്നെ പൊന്തി വന്നിക്കണം കേട്ടോ. നല്ല മയത്തിലില്ല അപ്പായിക്കണം. ചിലത് കണ്ടില്ല നാളെ കണ്ടിട്ടില്ലേനോ മാവ് നന്നാകായിട്ട് അപ്പം നന്നായിട്ട് തന്നെ അല്ലേ ഇനി. ഇപ്പം ഇന്ന് അപ്പം ഏതായാലും നല്ല ഉസാറായി കിട്ടിയിരിക്കണം. അപ്പം അങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഒന്നും ഉണ്ടാക്കാനും കുടിച്ചാനും ഒന്നും തോന്നണില്ല. പിന്നെ ഇപ്പം മക്കളുണ്ടാകുമ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കാതെക്കാൻ പറ്റില്ലല്ലോ. നമ്മളിടങ്ങേറ് പോലെയും കൂടി അറിയിച്ചിട്ടുണ്ടല്ലോ. നമ്മളിങ്ങനെ തിന്നാതെയും കുടിച്ചാതെയും ഇങ്ങനെ നമ്മൾ നിന്നിട്ട് നമുക്കങ്ങനെ തിന്നാതെയും കുടിച്ചാതെയൊക്കെ നമ്മൾ നിന്ന് നോക്കും. പക്ഷേ കുട്ടികളങ്ങനെയല്ലല്ലോ. കുട്ടികളെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് എഴുതിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആടെയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഉണ്ടാക്കിയതൊക്കെ ബാക്കിയാണ് ഓൽക്ക് വേണ്ട. എന്നിട്ട് തന്നെ ചോദിച്ചാൽ എന്തൊരു കടി അമ്മച്ചി നിങ്ങൾ ഉണ്ടാക്കിക്കുന്നത് തിന്നാൻ പറ്റാത്ത കടിയാണ്. അപ്പം ഞാൻ പറഞ്ഞടാ മനസ്സൊക്കെ സുഖമില്ലാത്തതുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കിയെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓലോട്. അപ്പോൾ ചാറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ കോഴിച്ചാറ് തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ. പിന്നെ ചാറൊക്കെ നല്ല കുറുന്നനല്ല കറി തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കേങ്ങൊക്കെ വെട്ടിയിട്ടാലോ ആ കേങ്ങ് അതിലങ്ങനെ കിടക്കും. ഓൽക്കാർക്കും വേണ്ടിയിട്ടില്ല കേങ്ങ്. പിന്നെ ഞാൻ തന്നെ വേണ്ടിയില്ല അത് തിന്നയച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എഴുതിയിട്ട് കേങ്ങൊന്നും ഇട്ടിട്ടില്ല. അതങ്ങനെ തിളപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബക്കറ്റിൽ ഞാൻ സോപ്പും പൊടി കലക്കി വെച്ചാണ് കേട്ടോ. നമ്മൾ നിസ്കാര കുപ്പായമൊക്കെ ഒന്ന് തിരുമ്പാനയക്കണം. അപ്പോൾ ഞാൻ ഒക്കെ തിരുമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും വെയിലില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നെടുക്കുമ്പോൾ ഒന്നെടുക്കാന്നില്ല അങ്ങനെ ഇതിലാണ്. അപ്പോൾ പിന്നെ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒക്കെ നിന്ന് തിരുമ്പി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാക്കണേ ഒക്കെ ഞാൻ വെള്ളത്തിലിട്ടിച്ചിക്കണേ, സോപ്പും പൊടിയിൽ ഇട്ടിച്ചിക്കണേ കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് പുതിർന്ന് ഇതാട്ടഞ്ഞിട്ട് നമുക്ക് തിരുമ്പി എടുക്കാം. പിന്നെ മക്കൾക്കൊക്കെ ചായയൊക്കെ കൊടുത്തിട്ട് മക്കളൊക്കെ മദ്രസക്ക് പോകാൻ ഇറങ്ങണം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മദ്രസക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുകൊണ്ടായി കാരണം ഒരുപാട് പുല്ലും കാടൊക്കെ നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി അതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ആകെപ്പാടങ്ങോട്ട് വൃത്തികേടായിക്കണം നമ്മളെ. ഇതിപ്പം ഇമ്മരം തന്നെ ആകുമ്പോൾ പുല്ലും കാടൊക്കെ നിറഞ്ഞ് കാണുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാണ്. പിന്നെ മഴയാണ് പെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ ഇനിയല്ല. പിന്നെ പറിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പറിച്ചെടുത്ത് കജ്ജെടുക്കുമ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അതേമാതിരി തന്നെ പുല്ലൊക്കെ മുളച്ചുണ്ടാവും. അപ്പം ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടുണ്ടല്ലോ. പിന്നെ വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുല്ലൊക്കെ പറിച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ പറിച്ചിട്ടും പറിച്ചാൻ കിട്ടണമൊക്കെ ഞാൻ പറിച്ച്. പിന്നെ ഞാൻ എന്താട്ടിന്ന് പറയാം കുറ്റിപ്പുല്ലുകളൊക്കെ ഉണ്ട്, അത് മാത്രം ഞാനൊന്ന് ചെത്തിക്കോരുന്നുണ്ട് കേട്ടോ. അപ്പം കുറേ നേരം നമ്മൾ കൈക്കോട്ടുകൊണ്ടൊന്നും ഇങ്ങനെ ചെത്തിക്കോരാത്തതുകൊണ്ടേ നമ്മളെ കജ്ജിനും കൈപ്പൽക്കൊക്കെ ഒരു വേദനയും പിന്നെ അപ്പം അധികമൊന്നും ഞാൻ ചെത്തിക്കോരുന്നില്ല. കുറച്ച് ഇങ്ങോട്ട് അവിടെയും ഇവിടെയൊക്കെ കുറച്ച് നല്ലോണം കാണുന്നത് മാത്രം ഒന്നിങ്ങനെ ചെത്തിക്കോരും. പിന്നെ ബാക്കിയൊക്കെ കജ്ജുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെത്തിക്കോരി ഇതായിട്ട് നമ്മളെന്താട്ടി വന്നപ്പോത്തിന് ചോറ്റിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ
മക്കൾ മദ്രസ ഇട്ടെന്ന് പിന്നെ അപ്പം ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളെ സനുവിന് കഞ്ഞി വേണ്ടി വരും. അപ്പോൾ പിന്നെ വേഗം ചോറ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിയും തീമിടാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം വേഗണ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെല്ലുത്തേരി വെച്ചാൽ മറ്റേ മക്കൾക്ക് തീരെ പറ്റണില്ല. അപ്പോൾ വെച്ച ചോറൊക്കെ ബാക്കിയാണ്. പിന്നെ ഞാനതിങ്ങനെ തിളപ്പിച്ച് ചുറ്റി നടക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടിയെന്ന് പറയാം, ഈ അരി തന്നെ വെച്ചു. അപ്പം ഇനി ഒന്നരാടം കൂടുമ്പോഴൊക്കെ നെല്ലുത്തേരി മറ്റേതങ്ങനെ കൂട്ടിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്കൂളുള്ള ദിവസം ഉച്ചക്ക് വേണ്ടല്ലോ, വൈകുന്നേരം മതിയല്ലോ. അപ്പോൾ പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പറ്റി പറഞ്ഞുകാണ്ട് സോപ്പിട്ട് കണ്ടൊക്കെ അതങ്ങനെ തീറ്റിച്ചാൽ മതി. ഇന്നിപ്പോൾ എങ്ങനെ സോപ്പിട്ടാലും പറ്റില്ല, ഉച്ചക്കും വൈകുന്നേരം ഒപ്പിച്ചണ്ടേ മക്കളെ. അപ്പം അങ്ങനെ ചോറൊക്കെ വെച്ച് ഊറ്റിക്കണ്. ഇനി കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റല്ല ബീറ്റ്റൂട്ടാണ് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാനത് എന്താട്ടി കുറച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തോലൊക്കെ ചെത്തിയിട്ട് പിന്നെ വെച്ച് ചെറുതാക്കി അരിയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ചെത്തി കഷ്ണങ്ങളൊക്കെ ആക്കി ഇങ്ങനെ മുറിച്ചപ്പോഴാണ് ഇങ്ങനെ ഓർമ്മ വന്നത് കേട്ടോ. നമ്മളെ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യണുണ്ടല്ലോ, അപ്പോൾ അതിലിട്ട് കണ്ടൊന്ന് ചോപ്പ് ചെയ്താൽ മതിയല്ലോ, എന്തിനാ അപ്പം അങ്ങനെയൊക്കെ എഴുതിയിടണേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താട്ടി ആ ചോപ്പർ എടുത്തിട്ട് അതിക്ക് ഇങ്ങനെ ചെറുതാക്കി, വലിയ നന്ന ചെറുതാക്കൊന്നും വേണ്ട, ഒന്ന് കുറച്ച് അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിക്കോട്ടെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ ഇട്ടുകൊണ്ട് ചോപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നല്ലോണം ഇങ്ങോട്ട് ഇതായിക്കോട്ടെ. അപ്പോൾ നമ്മൾ അരിയേണ്ട ഒരു ആവശ്യമില്ല, ഇതിനുകൊണ്ട് തന്നെ ഇങ്ങനെ 4 വലിച്ചിലാണ് വലിച്ചാണ്ടല്ലോ, അത് വേഗം അരിഞ്ഞ മരിയാവും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ മരി നീക്കാരം. അപ്പോൾ അതാക്കണേ കണ്ടോ. അപ്പോൾ ഇവിടെ ഉപ്പേരി വെച്ചാൽ മക്കൾക്ക് പറ്റൊന്നുമില്ല, സനുവിനും മീനുട്ടിക്കും പറ്റില്ല, ഞങ്ങൾ തിന്നയിച്ചണം, അല്ലാതെ പറ്റില്ല. അപ്പോൾ ഇനി ഓലിക്ക് എന്താ ഇഷ്ടം എന്നറിയാം, നമ്മളെ സുർക്കിയിൽ 2 പച്ചമുളകൊക്കെ ചീന്തിയിട്ട് കണ്ട് അതങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താൽ അച്ചാറാവൂലേ, അതേമാതിരി തിന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം അവിടെ എടുത്ത് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അതൊക്കെ അരിഞ്ഞ് വെച്ചിക്കണം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടിയെന്ന് അറിയാം, ചോറ് ഊറ്റട്ടഞ്ഞിട്ട് അടുപ്പത്ത് നമുക്ക് ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇതാക്കണേ ഉപ്പേരി ഒക്കെ വെക്കാല ചട്ടിയൊക്കെ വെച്ചിക്കണം കേട്ടോ. പിന്നെ തേങ്ങയും പച്ചമുളകൊക്കെ ഞാൻ അതിൽ തന്നെ അരിഞ്ഞിട്ടിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് കടുകിട്ടു. പിന്നെ കരിയേപ്പിൻ്റെ ഇലയൊന്നുമില്ല, കരിയേപ്പിൻ്റെ മരമൊക്കെ മുറിച്ചിട്ടേ ഇപ്പോൾ തെർത്ത് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ 2 ഇല അതിൻ്റെ തജ്ജുമലുണ്ടായി, അത് നുള്ളിപ്പോകുന്നതാണ്. പിന്നെ അതും ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് അങ്ങനെ വെള്ളമൊന്നും പാരണ്ട, അങ്ങനെ ആവി കടന്നങ്ങനെ വന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, ഇത് ചോറ്റിലിട്ട് കുഴച്ച് വെച്ചാൽ നല്ല രസീക്കാരം. അങ്ങനെ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിരിക്കണം. ഇനി ചോറ് നമുക്കൊന്ന് വെള്ളം വറ്റിച്ചാൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കാണുമ്പം നല്ല ഇതേക്കാനും പിന്നെ നമ്മൾ തിജൂട്ടിങ്ങാണ്ട് പെണ്ണൂറും അതും ഇതൊക്കെ പാറുമ്പോൾ അങ്ങനെ വൃത്തികേടായി കിടക്കും. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പം വീതനയൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ നമ്മൾ എന്താട്ടി ചാറ് ഇപ്പം ഞാൻ എന്താ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് പപ്പടം താളിച്ചട്ടെ എന്ന് കരുതിയിട്ടോ. പപ്പട താളിപ്പ് മക്കൾക്ക് ഇഷ്ടമാണ്. അതേമാതിരി മുരിങ്ങ താളിപ്പാണെങ്കിലും തക്കാളി താളിപ്പാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താട്ടി പപ്പടം താളിച്ചാന്ന് കരുതിയിട്ടോ. അപ്പം 2 പപ്പടം എടുത്തിക്കണം. അപ്പം പപ്പടമൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആകെ 2 പപ്പടം തന്നെ ഉള്ളേന്. അപ്പോൾ അതാണ് താളിച്ചന്ന് ചാറ് എഴുതി. കുറേ അരച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല, പിന്നെ അത് കൂട്ടില്ല, ബാക്കിയാക്കി കളയേണ്ടി വരില്ലേ. പിന്നെ എത്രയല്ലേ നമ്മൾ കൂട്ടുക. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ താളിപ്പൊക്കെ ആണെങ്കിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ജീരുള്ളി ഇല്ലാത്തതുകൊണ്ട് വല്യുള്ളിൻ്റെ ഒരു കഷ്ണം, പിന്നെ 2 വെളുത്തുള്ളിൻ്റെ പൊണിയും പച്ചമുളക് കൂട്ടിക്കണം കേട്ടോ. പിന്നെ 2 ഉള്ളിയൊക്കെ നല്ലോണം ചോത്ത് വന്നിക്കണം. ഇനി നമുക്ക് അതിലേക്ക് കഞ്ഞീൻ്റെ വെള്ളം പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ തെളിയൊക്കെ ഊറ്റിയിട്ട് അതിൻ്റെ അടി ഉണ്ടല്ലോ ഊറൽ, അതാണ് എടുക്കട്ടെ ഞാൻ. എന്നെങ്കിൽ നമ്മളെ കഞ്ഞീൻ്റെ വെള്ളത്തിന് ഒരു കട്ടി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തെളി മാത്രം എടുത്ത് കഴിഞ്ഞാൽ ഒരു പച്ചവെള്ളം പോലെ ഇക്കാരം. പിന്നെ ഞാൻ പപ്പടം കണ്ടല്ലോ പൊട്ടിച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ കഞ്ഞീൻ്റെ വെള്ളം ചൂടുണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചിട്ടു കേട്ടോ. ചോറുപ്പാട്ട് ഊറ്റിയിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഞാൻ കഞ്ഞീൻ്റെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അത് അയക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് തിജ് ഓഫാക്കി വെച്ചാൽ മതി. പിന്നെ ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നാൽ തന്നെ അതിൽ കടന്നുകാണ്ട് പിന്നെ ഇതായിക്കോളും, രസീക്കാരം കേട്ടോ. അങ്ങനെ ആ ചാറും ആയി. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് കോഴി എടുത്ത് വെച്ചിനല്ലോ, അപ്പോൾ അതാണ് പൊരിച്ചും ചെഞ്ചാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ്. അപ്പം അത് എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കോഴി പൊരിച്ചുമ്പോൾ ഞാൻ എന്താട്ടും പൊരിച്ചതിൻ്റെ മുന്നായിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കണ്ടാണ് കേട്ടോ
കോഴി പൊരിച്ച് അങ്ങനെ ആകുമ്പോൾ കോഴി പൊരിച്ചാൽ നല്ല രസമാണ് കേട്ടോ. ചട്ടിയിൽ നിന്ന് വേഗം കിട്ടും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിചാരിച്ചിന്. എന്നിട്ട് എല്ലാവരും ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ട എല്ലാവരും മയ്യത്തും ഒന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും കേട്ടോ. എല്ലാവരും ഞാൻ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തും. അപ്പം നിങ്ങളും തന്നെ നമ്മളെയൊക്കെ ഒന്ന് ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പം പിന്നെ ഞാൻ പറയാനുള്ളത്, മയ്യത്തൊക്കെ കിട്ടാൻ മയ്യത്തൊക്കെ ഓലെ ബാക്കിക്കാലം മുന്നിക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഓളയും കൂടി കിട്ടി എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നാളെ ഞാൻ ഇൻഷാ അല്ലാഹ് വരണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.